Leguminosae അല്ലെങ്കിൽ Fabaceae എന്ന് പറയുന്ന ഫാമിലിയിൽ വരുന്ന സബ് ഫാമിലി ആയിട്ടുള്ള മൈമോസേസിയെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. സബ് ഫാമിലി ആയിട്ട് പറയുമ്പോൾ മൈമോസോയിഡിയെ എന്നാണ് പറയുന്നത്. അതിനെ ഒരു സെപ്പറേറ്റ് ഫാമിലി ആയിട്ട് കണക്കാക്കി പറയുമ്പോൾ മൈമോസേസിയെ എന്ന് പറയാം. അപ്പോൾ ഈ പറയുന്ന സബ് ഫാമിലിനെ കുറിച്ചാണ് ഇനി പറയാനായിട്ട് പോകുന്നത്. ഇത് കോമൺ ആയിട്ട് കാണുന്ന ചില പ്ലാന്റ്സ് ആണ്. ചിലതൊക്കെ കണ്ട് പരിചയമുള്ളതായിരിക്കും, ചിലപ്പോൾ നമുക്ക് പുതിയതായിട്ട് കാണുന്ന പ്ലാന്റ്സ് ആയിരിക്കും. ഇതിന്റെ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ ട്രോപ്പിക്കൽ ആൻഡ് സബ് ട്രോപ്പിക്കൽ റീജിയൻസിലാണ് കൂടുതലായിട്ട് ഈ പ്ലാന്റ്സ് കാണുന്നത്. മിക്കവാറും ഹേർബ്സ് അല്ലെങ്കിൽ ഷ്രബ്സ് അല്ലെങ്കിൽ ട്രീസ് ആയിട്ടാണ് കാണുക. ഹേർബ്സ് റെയർ ആയിട്ടേ കാണുന്നുള്ളൂ. ലീവ്സ് ബൈപിന്നേറ്റ് ആയിരിക്കും. ഒരിക്കലും സിമ്പിൾ ആയിട്ടുള്ള ലീവ്സ് ഈ സബ് ഫാമിലിയിൽ കാണുന്നില്ല എന്നാണ് പറയുന്നത്. ഇൻഫ്ലോറസെൻസ് സൈമോസ് ഹെഡ് അല്ലെങ്കിൽ സിലിണ്ടറിക് സ്പൈക്ക് ആയിരിക്കും. ഫ്ലവർ സിംഗിൾ ഫ്ലവറിന്റെ ക്യാരക്ടർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആക്നോമോർഫിക്, പെന്റാമിറസ് അല്ലെങ്കിൽ ടെട്രാമിറസ്, പെരിഗൈനസ് അല്ലെങ്കിൽ ഹൈപ്പോഗൈനസ് ഫ്ലവേഴ്സ് ആണ് ഈ ഗ്രൂപ്പിലുള്ളത്. സെപ്പൽസ് 5 എണ്ണം, ഗ്യാമോസെപ്പാലസും പെറ്റൽസ് 4 to 5 ഗ്യാമോപെറ്റാലസ് ആയിട്ടുള്ള കണ്ടീഷൻ ആയിരിക്കും. പെറ്റൽസ് ട്യൂബുലാർ ആയിട്ടുള്ള അറേഞ്ച്മെന്റ് ആണ് കാണിക്കുന്നത് വിത്ത് എസ്റ്റിവേഷൻ ദാറ്റ് ഇസ് വാൽവേറ്റ്. സ്റ്റേമൻസ് ന്യൂമറസ് ആയിട്ടുള്ള സ്റ്റേമൻസ് ഉള്ള ഫ്ലവേഴ്സും ഉണ്ട്. 10 എന്ന് പറയുന്ന കൃത്യമായിട്ടുള്ള ഒരു നമ്പർ ഉള്ള സ്റ്റേമൻസും ഉണ്ട്. മൈമോസിയിലൊക്കെ 4 എന്ന് പറയുന്ന കണ്ടീഷനാണ്. 4 സ്റ്റേമൻസ് ഉള്ള കണ്ടീഷനാണ്, പക്ഷെ അത് റെയർ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. ഫിലമെന്റ്സ്, സ്റ്റേമിന്റെ ഫിലമെന്റ്സ് ബ്രൈറ്റ്ലി കളേർഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ കാണാൻ പറ്റും. ഈ സ്റ്റേമൻസിന്റെ ഫിലമെന്റ്സ് അക്കേഷ്യയിലൊക്കെ ഫ്രീ ആണ്, പക്ഷെ ആൽബിസിയ എന്നൊക്കെ പറയുന്ന പ്ലാന്റില് ബേസ് ഭാഗത്ത് സ്ലൈറ്റ്ലി യുണൈറ്റഡ് ആയിട്ടുള്ള കണ്ടീഷനിൽ കാണാനായിട്ട് പറ്റും. സിംഗിൾ കാർപ്പലാണ് ഗൈനീഷ്യം പറയുമ്പോൾ ഉള്ളത്. മാർജിനൽ പ്ലാസന്റേഷൻ ആണ് കാണിക്കുന്നത്. ഗൈനീഷ്യത്തിൽ 5 വാസ്കുലർ ട്രേസസും കാണുന്നുണ്ട്. ഫ്രൂട്ട്, ലൊമെന്റം, സീഡ്സ് നോൺ എൻഡോസ്പെർമസ് ആണ്. മൈമോസേസിയയിൽ വരുന്ന മൈമോസ പ്യൂഡിക്ക തൊട്ടാവാടിയുടെ ഹാബിറ്റും ഫ്ലോറൽ ക്യാരക്ടേഴ്സുമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഹാബിറ്റ് നോക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ മിക്കവാറും ഷ്രബ്സ് അല്ലെങ്കിൽ ട്രീസ് ആണ്. അതിന് എക്സാമ്പിൾ ആണ് ആ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളത്. എൻട്രലോബിയം, മീസോഫൈറ്റ്, സീറോഫൈറ്റിക് ആയിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ട്. അക്കേഷ്യ, പ്രൊസോപ്സിസ് ഒക്കെ. നെപ്റ്റ്യൂണ എന്ന് പറയുന്ന പ്ലാന്റ് ഹൈഡ്രോഫൈറ്റ് ആണെന്ന് പറയുന്നു. ടെക്സ്റ്റിനകത്ത് പാപ്ലോനേഷ്യയിലും നെപ്റ്റ്യൂണിയ എന്ന് പറയുന്ന പ്ലാന്റ് കൊടുത്തിട്ടുണ്ട്. മൈമോസേസിയയിലും നെപ്റ്റ്യൂണിയയുടെ പേര് കൊടുത്തിട്ടുണ്ട്. സിസാൽപിനേസിയയിലാണ് നെപ്റ്റ്യൂണിയ വരുന്നത് എന്നാണ് കാണുന്നത്. പക്ഷെ ഇവിടെ ടെക്സ്റ്റിനകത്ത് കൊടുത്തിരിക്കുന്നത് ഈ 2 സബ് ഫാമിലീസിലും ഈ സെയിം പ്ലാന്റിന്റെ പേര് കൊടുത്തിട്ടുണ്ട്. എൻറ്റാഡ ടെൻഡ്രൽ ക്ലൈംബർ ആണ്. പിന്നെ ലീവ്സിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ആൾട്ടർനേറ്റ് ലീവ്സ് ആണ്. സ്റ്റിപ്യൂൾസ് ഉണ്ട്. സ്റ്റിപ്യൂൾസിന്റെ മോഡിഫിക്കേഷൻ ഈ സബ് ഫാമിലിയിൽ കാണുന്നുണ്ട്. സ്റ്റിപ്യൂൾസ് സ്പൈൻസ് ആയിട്ട് മോഡിഫൈഡ് ചെയ്തിട്ടുള്ള അവസ്ഥയിൽ അക്കേഷ്യ അറാബിക്കയിലും അക്കേഷ്യ സ്ഫെറോസെഫാല എന്ന് പറയുന്ന പ്ലാന്റില് സ്പൈൻസ് മെർമിക്കോഫിലസ് ആയിട്ടുള്ള അവസ്ഥയിലും കാണുന്നുണ്ട്. മെർമിക്കോഫിലസ് എന്ന് പറയുമ്പോൾ ആൻസ്, ഉറുമ്പുകളുമായിട്ട് അസോസിയേഷൻ കാണിക്കുന്നതാണ് മെർമിക്കോഫിലി. അങ്ങനത്തെ സ്പൈൻസ് ഉള്ള ലീവ്സും ഉണ്ട്. സ്റ്റിപ്യൂൾസും ഉണ്ട്. ബൈപിന്നേറ്റ്ലി കോമ്പൗണ്ട് ആണ്. ഇനി അക്കേഷ്യയുടെ മെലനോസൈലോൺ എന്ന് പറയുന്ന പ്ലാന്റില് പീറ്റിയോൾ പരന്നിട്ട് ഫില്ലോഡ് എന്ന് പറയുന്ന മോഡിഫിക്കേഷൻ ആയിട്ട് മാറിയിട്ടുണ്ട്. ലീഫ്ലെറ്റ്സ് സപ്രസ്ഡ് ആയിട്ടുള്ള കണ്ടീഷനിലാണ് കാണുന്നത്. മൈമോസ പ്യൂഡിക്കയുടെ ലീവ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ദേ മൂവ് വെൻ ടച്ച്ഡ്. തൊട്ടാവയുടെ കാര്യമാണ് പറഞ്ഞത്. അപ്പൊ ഇവിടെ ആദ്യത്തെ പിക്ചറിൽ ആൻസുമായിട്ട് അസോസിയേഷൻ കാണിക്കുന്ന സ്പൈൻ ലൈക്ക് സ്റ്റിപ്യൂൾസ് ആണ് ആദ്യത്തെ പ്ലാന്റിൽ കാണിച്ചിരിക്കുന്നത്. ഇവിടെ പീറ്റിയോൾ ദാറ്റ് ഇസ് മോഡിഫൈഡ് ഇൻ ടു ഫില്ലോഡ്, ഫ്ലാറ്റൻഡ് ആയിട്ടുള്ള ഗ്രീൻ സ്ട്രക്ചർ ഫില്ലോഡ് ആയിട്ട് മാറിയിട്ടുള്ള അവസ്ഥയാണ് രണ്ടാമത്തെ പിക്ചറിൽ കാണുന്നത്. ഫ്ലവേഴ്സിന്റെ കേസ് നോക്കുകയാണെങ്കിൽ ബ്രാക്ട്സും ബ്രാക്ടിയോൾസ് ഒക്കെ ഉണ്ട്. ബൈസെക്ഷൽ ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആണ് യൂഷ്വലി കാണുന്നത്. എൻറ്റാഡയിൽ പോളിഗ്യാമസ് ആയിട്ടുള്ള കണ്ടീഷൻ, അതായത് യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് അലോങ് വിത്ത് ബൈസെക്ഷൽ ഫ്ലവേഴ്സ് കാണിക്കുന്ന അവസ്ഥ. ആക്ടിനോമോർഫിക് ആണ് ഫ്ലവേഴ്സ്. റെഗുലർ ആണ്. പെന്റാമിറസ് ആൻഡ് പെരിഗൈനസ് ഫ്ലവേഴ്സ് ആണ് യൂഷ്വലി കാണുന്നത്. മൈമോസയില് ടെട്രാമിറസ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആണ്. പെന്റാമിറസ് അല്ലാതെ ടെട്രാമിറസ് കണ്ടീഷനിൽ കാണുന്നു. കാലിക്സ് 4 or 5. ഗ്യാമോസെപ്പാലസ് ക്ലിയർലി ടൂത്ത്ഡ് ആയിട്ടുള്ള സെപ്പൽസ് ആണ്. വാൽവേറ്റ് ആയിട്ടുള്ള എസ്റ്റിവേഷൻ ആണ് കാലിക്സ് കാണിക്കുന്നത്. കൊറോള നോക്കുകയാണെങ്കിൽ യൂഷ്വലി 5 ആണ്. മൈമോസയില് 4 ടെട്രാമിറസ് ആയിട്ടുള്ള പ്ലാന്റ് ആയതുകൊണ്ട്, ഫ്ലവർ ആയതുകൊണ്ട് 4 പെറ്റൽസ് ആണ് കൊറോളയ്ക്കുള്ളത്. യുണൈറ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻ ഗ്യാമോപെറ്റാലസ് ആണ്. വാൽവേറ്റ് ആയിട്ടുള്ള എസ്റ്റിവേഷൻ. ട്യൂബുലാർ ആയിട്ടുള്ള കൊറോള. പ്രൊസോപ്സിസില് പെറ്റൽസ് ഒക്കെ ബേസിൽ യുണൈറ്റ് ചെയ്തിട്ടുള്ള അവസ്ഥ ആണ് കാണുന്നത്. ഇനി ആൻഡ്രീഷൻ നോക്കുകയാണെങ്കിൽ 10 to ന്യൂമറസ് സ്റ്റേമൻസ് കാണാൻ പറ്റും. അക്കേഷ്യ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഫ്രീ ആയിട്ടുള്ള സ്റ്റേമൻസ് ആണ്. പ്രൊസോസിസിൽ 10 ഫ്രീ ബട്ട് സ്ലൈറ്റ്ലി എക്സേർട്ടഡ് സ്റ്റേമൻസ് ആണ്. ആൽബിസിയയില് ബേസിൽ ഫിലമെന്റ്സ് യുണൈറ്റ് ചെയ്തിട്ടുള്ള അവസ്ഥ.
മൈമോസയിൽ 4 സ്റ്റേമൻസ്. ആന്തേഴ്സ് ഡൈതീക്കസ് ആണ്, 2 തീക്ക ഉള്ളത്. സ്മോൾ ആണ്. ലോങ്ങിറ്റ്യൂഡിനൽ ഡെഹിസൻസ് ആണ് കാണിക്കുന്നത്. ഡെഹിസൻസ് എന്ന് പറയുമ്പോൾ ആന്തറിന്റെ ഡെഹിസൻസ് എന്ന് പറയുമ്പോൾ മെച്യൂർ ആയി കഴിഞ്ഞാൽ അത് ബ്രേക്ക് ചെയ്തിട്ട് പോളൻ ഗ്രെയിൻസിനെ റിലീസ് ചെയ്യും. അതിനെയാണ് ഡിഹൈസിയ ആന്തർ ഡെഹിസൻസ് എന്ന് പറയുന്നത്. അപ്പൊ അത് ഏത് രീതിയിലാണ് ആന്തർ ഡിഹൈസ് ചെയ്യുക, ആ ഓപ്പണിങ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്. ഇപ്പൊ ലോങ്ങിറ്റ്യൂഡിന് നീളത്തിലുള്ള ഒരു സ്ലിറ്റ് പോലെയാണെങ്കിൽ ലോങ്ങിറ്റ്യൂഡിനൽ ഡെഹിസൻസ് എന്ന് പറയും. പോഴ്സ് പോലെയാണെങ്കിൽ അതിലൂടെയാണ് പോളൻ ഗ്രെയിൻ റിലീസ് ചെയ്യുന്നതെങ്കിൽ പോറിസിഡൽ എന്ന് പറയും. ട്രാൻസ്വേഴ്സ് ആയിട്ടുള്ള സ്ലിറ്റ്സ് ഫോം ചെയ്യാം. വാല്വുലാർ ആയിട്ടുള്ള ഡെഹിസൻസ് കാണിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ലോങ്ങിറ്റ്യൂഡിനൽ ഡെഹിസൻസ് ആണ് ജനറലി ഈ സബ് ഫാമിലിയിൽ പ്ലാന്റ്സ് കാണിക്കുന്നത് എന്നാണ് പറയുന്നത്. ഗൈനീഷ്യം, മോണോകാർപ്പല്ലറി ആൻഡ് ഓവറി സെസൈൽ അല്ലെങ്കിൽ സ്റ്റോക്ഡ്. ഓവറിക്ക് സ്റ്റോക്ക് ഉള്ള അവസ്ഥയിൽ അല്ലെങ്കിൽ സ്റ്റോക്ക് ഇല്ലാത്ത അവസ്ഥ സെസൈൽ ആയിട്ടും കാണുന്നുണ്ട്. സ്റ്റൈൽ ഫിലിഫോം. സ്റ്റിഗ്മ ഇസ് മൈന്യൂട്ട്. മെനി ഓവ്യൂൾസ് ആർ പ്രസന്റ് ഇൻ ദി യൂണിലോക്യുലർ ഓവറി. യൂണിലോക്യുലർ ഓവറിയാണ്, പക്ഷെ കുറെ ഓവ്യൂൾസ് കാണാൻ പറ്റും. ദ ഓവ്യൂൾസ് വിൽ ബി അറേഞ്ച്ഡ് ഓൺ ദി മാർജിനൽ പ്ലസന്റ. പ്ലസന്റേഷൻ മാർജിനൽ ആണ്. ഫ്രൂട്ട് ലെഗ്യൂം അല്ലെങ്കിൽ ഒമെന്റം. സീഡ് നോൺ എൻഡോസ്പെർമസ്. ഇക്കണോമിക് ഇമ്പോർട്ടൻസ് ഉള്ള പ്ലാന്റ്സ് നോക്കിക്കഴിഞ്ഞാൽ അക്കേഷ്യ അറാബിക്ക എന്ന് പറയുന്ന പ്ലാന്റിന്റെ പോഡ്സും ഫോളിയേജ് ഒക്കെ കാറ്റൽ ഫോഡർ, കന്നുകാലികൾക്ക് തീറ്റയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ടാനിങ് എന്ന് പറയുന്ന പ്രോസസ്സിൽ അതിന്റെ വാർക്ക് ഉപയോഗിക്കുന്നുണ്ട്. അക്കേഷ്യ കാറ്റേഷ്യൂവിന്റെ വുഡ് കലപ്പ പ്ലവ് മേക്കിംഗ് ഉപയോഗിക്കുന്നത്, ഹാർഡായിട്ടുള്ള വുഡ് ആയതുകൊണ്ട്. അക്കേഷ്യ ഇൻസിയ എന്ന് പറയുന്ന പ്ലാന്റിന്റെ പാർട്സ് സോപ്പ് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഹെയർ ഒക്കെ വാഷ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. നമ്മൾ താളി എന്നൊക്കെ പറയുന്ന പോലെ. പിന്നെ ഗം അറാബിക്, കായമായിട്ടൊക്കെ ഭക്ഷണത്തിൽ ഉപയോഗിക്കുന്ന സാധനം. പിന്നെ മെഡിസിൻ അതുപോലെ ഫോഡർ ആയിട്ട് ഉപയോഗിക്കുന്ന ആൽബീസിയ ലെബക്. അതുപോലെ കാർട്ട് വീൽ ഉണ്ടാക്കാനും അഗ്രികൾച്ചർ ഇംപ്ലിമെന്റ്സ് ഒക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ആൽബീസിയ പ്രൊസേറ. പിന്നെ ഫെമീൻ ഫുഡായിട്ട് പോഡ്സിന്റെ പൾപ്പും ബാർക്കൊക്കെ ഫെമീൻ ഫുഡ്. ഭക്ഷ്യക്ഷാമം നേരിടുന്ന കാലഘട്ടങ്ങളിൽ ഫെമീൻ ഫുഡായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന പ്രോസോപ്സിസ് സ്പൈസിജറ എന്ന് പറയുന്ന പ്ലാന്റ് ഒക്കെ ഈ ഗ്രൂപ്പിൽ വരുന്നവരാണ്.